നമസ്കാരം, വെൽക്കം ടു മീ ചാനൽ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് രുചികരമായ ഒരു പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണാം. ആവശ്യമായ സാധനങ്ങൾ: പനീർ 500 ഗ്രാംസ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗ്രാമ്പൂ, പട്ട, സവാള, തക്കാളിക്ക, ബട്ടർ, ഇഞ്ചി, വെളുത്തുള്ളി, കാഷ്യൂനട്ട്സ്, കസൂരിമേത്തി, മല്ലിയില, ഫ്രഷ് ക്രീം. ആദ്യമായിട്ട് നമ്മൾ പനീർ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാതെ കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം മാരിനേറ്റ് ചെയ്യേണ്ടതാണ്. മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ: ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കി എടുക്കുക. അതിനുശേഷം ഈ പേസ്റ്റിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പനീർ ഓരോന്നായിട്ടിട്ട് നന്നായിട്ട് അതിൽ യോജിപ്പിക്കുക. മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 hour നമ്മളിതിനെ മാറ്റി വയ്ക്കണം. ഈ സമയത്ത് നമുക്ക് മസാല റെഡിയാക്കാം. ആദ്യമായി ഗ്യാസ് ഓൺ ചെയ്യുക, ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യമായ ഓയിൽ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പൂ ഇടുക. ഏലക്ക ഇട്ടാലും നല്ലതായിരിക്കും. ഞാനിവിടെ പട്ടയും ഗ്രാമ്പൂവും മാത്രമാണ് ഇടുന്നത്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. സവോള നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ നമ്മൾ ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരു ലൈറ്റ് പിങ്ക് കളറായി വരുന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി അതിനെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ടൊമാറ്റോ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് ആറാൻ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കാഷ്നട്ട് പേസ്റ്റ് ഉണ്ടാക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്നട്ട്സ് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. കാഷ്നട്ട് പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട്സ് വേണം ഉപയോഗിക്കാൻ. കാഷ്നട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ നമുക്കിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യമായിട്ട് തവ ചൂടായതിന് ശേഷം ബട്ടർ ആഡ് ചെയ്യുക. നമ്മൾ ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ നമ്മൾ ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി ഫ്രൈ ആയതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും ടൊമാറ്റോ ഒന്ന് മിക്സിയിൽ അരയ്ക്കാം. നന്നായിട്ടൊരു പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത പനീറിൻ്റെ ബാക്കിയുള്ള ബട്ടറിലേക്ക് നമുക്ക് മസാല ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ഉള്ളിയും ടൊമാറ്റോയും ഉണ്ടാക്കിയ പേസ്റ്റ് ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്യുക. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി എടുക്കണം. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക.
മസാല ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കാഷ്നട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക. കറിക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മല്ലിപ്പൊടി സെപ്പറേറ്റായിട്ട് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ആണ് കറിയിലേക്ക് ഇടുന്നത്. ഡയറക്റ്റായിട്ട് മല്ലിപ്പൊടി കറിയിലേക്ക് ഇടുവല്ല. ഇനി കുറച്ച് സമയം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പനീർ പൊടിയാതെ സൂക്ഷിക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് പനീർ ഒടിഞ്ഞു പോകാൻ സാധ്യതയില്ല. എന്നാലും സൂക്ഷിച്ച് വേണം ഇളക്കാൻ. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് കുറച്ച് മല്ലിയില ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെല്ലൈക്കണും അമർത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടൂ. അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.